हाय मेरे प्यारे दोस्तों सबको आदाब എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിന്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പഠിക്കുന്നത്. ഓക്കെ, ഉറുദുവിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചാലോ? 4 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ടാണ് 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം വരാം. നോക്കുക, നമുക്ക് ഏത് സബ്ജക്റ്റിൽ ചോദ്യം വന്നാലും നമുക്ക് പോസ്റ്റർ സിമ്പിളായിട്ട് തയ്യാറാക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് അതെന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി. വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ നിർമ്മിക്കാം. അപ്പം നോക്കൂ, ആദ്യം തന്നെ ചോദ്യം നന്നായിട്ട് വായിക്കുക. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ വിദ്യാലയത്തിൽ യോമേ മുത്താല, വായനാ ദിനം ധൂംധാം സെ മനായ ജാനെ വാലാ ഹെ, വളരെയധികം ധൂംധാം സെ, വളരെയധികം ആവേശത്തോടു കൂടി ആനന്ദത്തോടു കൂടി കൊണ്ടാടുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ കി സദാർത്ഥമേ, ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ആരാണ്? ഹെഡ് മാസ്റ്റർ ആണ് ഇതിന്റെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ. ഓക്കെ, ഹെഡ് മാസ്റ്റർ കി സദാർത്ഥമേ, ഹെഡ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ സ്വതറേ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രോഗ്രാം ഇഫ്തിതാഹ് കരേംഗെ, ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടകനാണ്. ആരാണ്? സ്വതറേ പഞ്ചായത്താണ്. ഇനിയിട്ട് നമ്മോട് പറയും, ഇഷാരോ കി മദദ് സെ ഇസ് പ്രോഗ്രാം കെ ലിയെ പോസ്റ്റർ തയ്യാർ കീജിയേ. നമ്മൾ 7ാം ക്ലാസ് വരെ നമ്മൾ കൃത്യമായിട്ട് പോസ്റ്റർ തയ്യാറാക്കാനൊന്നും ഉറുദുവിൽ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാറാക്കാൻ. നോക്കൂ, ഒരു പോസ്റ്റർ മേക്കിങ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ബോർഡർ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ ഒരു ബോർഡർ വരക്കുന്നു. നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? ഒരു ചിത്രം കൂടി നിങ്ങൾ വരക്കണം. അതിൻ്റെ കൂടെ ഇനി ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ സാർ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ബുക്കിൽ ഒന്ന് കുറിച്ച് വെക്കുക. അവിടെ നിങ്ങളൊരു ഉൻവാൻ കൊണ്ടുവരണം, ഒരു ഹെഡിങ്, ഒരു ടൈറ്റിൽ നിങ്ങൾ കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ പോസ്റ്ററിൻ്റെ മൗസൂ എന്ന് പറയുന്നത്. വിഷയം അതായിരിക്കണം. ഈ ഒരു മൗസൂവിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. അതായത് യോമേ മുത്താല പ്രോഗ്രാം, അതാണ് നമ്മുടെ ഹെഡിങ്, അതാണ് നമ്മുടെ വിഷയം, അല്ലെ? വായനാ ദിനമാണ്, വായനാ ദിന പ്രോഗ്രാമാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു 2 വരി നൽകിയിട്ടുണ്ട്. കിതാബേം ദുനിയാ കി രോഷിനി ഹേ, കിതാബ് പുസ്തകം എന്ന് പറയുന്നത് ദുനിയാ കി രോഷിനി ഹേ, അത് ഈ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മുതാലാസെ, വായന കൊണ്ട് ഹുനേം ചമക്കായും, വായന കൊണ്ട് നമുക്കതിനെ തിളങ്ങിപ്പിക്കാം എന്നുള്ളൊരു തോട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് ഞാൻ ഒരു ആലങ്കാരികമായി നൽകിയെന്ന് മാത്രം. ഓക്കെ, ഒരു പോസ്റ്ററിന്റെ ഭംഗിക്ക് നൽകിയതാണ്, ഇത് നിർബന്ധമല്ല. ഓക്കെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനൊരു ഹെഡിങ്, ഒരു ഉൻവാനം നമ്മൾ കൊടുക്കണം. ആ ഉൻവാനം എവിടെയുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടായിരിക്കും. എന്താണ് പ്രോഗ്രാം, അത് മാത്രം നിങ്ങൾ ഉൻവാനാക്കി കൊടുത്താൽ മതി. ഓക്കെ, പിന്നീട് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താരീഖ് കൊണ്ടുവരണം. എന്താ താരീഖ് എന്ന് പറഞ്ഞാൽ? ഡേറ്റ് നിർബന്ധമാണ്. ഒരു പ്രോഗ്രാമിന് എന്തായാലും ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ആ പ്രോഗ്രാം നടക്കുന്നതിലെ, അതിൻ്റെ ഡേറ്റ് നിങ്ങൾ കൊണ്ടുവരണം. താരീഖ്, ഡേറ്റ് എന്നിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജൂൺ 20 ജൂൺ 19 2025, അതിൻ്റെ വർഷം കൊടുക്കുന്നു, മാസം കൊടുക്കുന്നു, ഡേ കൊടുക്കുന്നു. അടുത്തൊരു പോയിന്റാണ് വക്ത്, സമയം നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കണം. ഓക്കെ, പോസ്റ്ററിനകത്ത് ഏത് സമയത്താണ് പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളത് പോസ്റ്റർ വായിക്കുന്ന ഒരാൾക്ക് കിട്ടണ്ടേ? ഓക്കെ, അപ്പം നമ്മൾ വക്ത്, സമയം കൊടുത്തു. വക്ത്, സമയം സുബഹ്, രാവിലെ 10 ബജെ, 10 മണിക്കാണ് കേട്ടോ. സുബഹ് രാവിലെ 10 ബജെ, 10 മണിക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ സമയം എന്നുള്ളടത്ത് അത് കൊടുത്തു. അടുത്തതാണ് മക്കാം, എവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്? പ്ലേസ്, എവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്? പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കൊടുക്കണം. ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് കേട്ടോ, ഗവൺമെൻറ് ഹൈസ്കൂൾ. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊന്ന് എഴുതി പഠിക്കുക. ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, ഇനി വിഷയം ഏതുമായിക്കോട്ടെ, ആലിമിയോമേ ഉറുദു ആകട്ടെ, വേൾഡ് ഉറുദു ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുന്നതെങ്കിൽ ഇവിടെ ആലിമിയോമേ ഉറുദു പ്രോഗ്രാം എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അതേപോലെ കൊടുത്താൽ മതി. എന്താണ് ചോദ്യം നോക്കുക, എന്നിട്ട് ഈ കാര്യങ്ങൾ. അടുത്തൊരു പോയിന്റാണ് സ്വദാരത്ത്, അതായത് അതിൻ്റെ പ്രസിഡൻസി, അധ്യക്ഷ ആരാണ്, അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? ഹെഡ് മാസ്റ്റർ ആണ്. സ്വദാരത്ത് ആരാണ്? പ്രസിഡൻസി, അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുവരുന്നു. ആരാണ്? ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഹെഡ് മാസ്റ്റർ കൊണ്ടുവന്നു ഇവിടെ. അതുപോലെ തന്നെ ഇഫ്തിതാഹ്, ഉദ്ഘാടകനെ നോക്കുക. സ്വതറേ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തു ഇഫ്തിതാഹ്, ഉദ്ഘാടകൻ ആരാണ്? സ്വതറേ പഞ്ചായത്ത് കുമാറാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇഫ്തിതാഹ് എന്ന് കൊടുക്കുന്നു. സ്വതറേ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ. ഇനി നിങ്ങൾക്ക് പോസ്റ്ററിൽ തന്നിട്ടുണ്ട്, സൂചനകളിൽ തന്നിട്ടുണ്ട്. ഇഫ്തിതാഹിൻ്റെ കൂടെ തന്നെ ചില
പോസ്റ്ററുകളൊക്കെ നൽകും. മെഹ്മാൻ യൂസുഫി ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം കേട്ടോ. മെഹ്മാൻ യൂസുഫി ചീഫ് ഗസ്റ്റ്. ഇപ്പൊ എന്തൊക്കെയാണോ നമുക്ക് ഇഷാരകൾ നൽകുന്നത്, സൂചകങ്ങൾ നൽകുന്നത്, അതെല്ലാം നമ്മൾ ഈ ഒരു പോസ്റ്ററിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, മെഹ്മാൻ യൂസുഫി ചീഫ് ഗസ്റ്റ് ആയിട്ട് ജില്ലാ താലീം ഓഫീസർ, ജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസർ ചന്ദ്രൻ സാറാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെഹ്മാൻ യൂസുഫി, നമ്മുടെ ചീഫ് ഗസ്റ്റ് അഥവാ മുഖ്യ അതിഥി. ഇനി ഏത് പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്തും നമ്മൾക്ക് താഴെ സിമ്പിളായിട്ട് കൊടുക്കാം ആപ് സബ്ക, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈർ മഖ്ദം ഹേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൈർ മഖ്ദം ഹേ സ്വാഗതം. ഓക്കെ, അബ് സബ്ക ഹൈർ മഖ്ദം ഹേ. എന്നിട്ട് നല്ല ബോർഡർ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഈ 4 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ അല്ലടാ, സെറ്റല്ലേ? പോസ്റ്റർ തയ്യാറാക്കിക്കൂടെ? റെഡിയാണ് അല്ലേ? ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളാക്കി പോസ്റ്റർ നിങ്ങൾ റെഡിയാക്കാം. ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം.